ഹലോ എവരിബഡി, ഞാൻ ടീച്ചർ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. മറവി എന്ന് പറയുന്നത് എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. എനിക്കും അത് സംഭവിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ട് മറന്നുപോയി. മുട്ടയുടെ വെള്ളം പറ്റി പാത്രവും കരിഞ്ഞു, മുട്ടയും പൊട്ടി വെളിയിൽ വന്നു. ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ പോയി എനിക്ക് വേണ്ടിയിട്ടൊരു എഗ് ബോയിലർ വാങ്ങിയിട്ട് വന്നു. ആ എഗ് ബോയിലർ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. കാരണം എന്നെപ്പോലെ പല സീനിയർ സിറ്റിസൻസും കാണും മറവിയുള്ളവർ. അപ്പോൾ നമുക്ക് മുട്ട എഗ് ബോയിലറിൽ എങ്ങനെ നമുക്ക് പുഴുങ്ങിയെടുക്കാമെന്ന് നോക്കാം. ഇതാണ് എഗ് ബോയിലർ. ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നു. അതിനുശേഷം ഈ ഡിഷ് ഇതിന് മുകളിൽ വെക്കുന്നു. നമുക്ക് 3, 6, 2, 8 മുട്ട അറ്റ് എ ടൈം നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. മുട്ട പുഴുങ്ങുന്നത് കൂടാതെ നമുക്കിതിൽ കോഴിക്കട്ട ഉണ്ടാക്കാം, ഏത്തയ്ക്ക പുഴുങ്ങാം. ഏത്തയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് പകുതിയായിട്ട് നമുക്ക് വെക്കേണ്ടി വരും. അതുകൂടാതെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് സ്റ്റീം ചെയ്യാം. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം കണ്ടു പല രീതിയിലുള്ള എഗ് ബോയിലറുണ്ട്. ചിലതിൽ ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ട്രേയും ഉണ്ട്. പക്ഷേ ഞാൻ എനിക്ക് കിട്ടിയ ഈ മെഷീനിൽ ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള ട്രേ ഇല്ല. ഇത് പോച്ച്ഡ് എഗ് ഉണ്ടാക്കാനുള്ള ട്രേ ആണ്. ഈ ട്രേയിൽ ഒരു സ്വല്പം ഓയിലോ ഗീയോ ഗ്രീസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് മുട്ട ഒഴിക്കുക. അങ്ങനെ നമുക്ക് പോസ്റ്റ് എഗ്ഗും ഇതിലുണ്ടാക്കാം. ഇതിനൊരു മാനുവലുണ്ട്. ആ മാനുവലിൽ എത്ര വെള്ളം ഒഴിക്കണം, അതിൻ്റെ എന്നിട്ട് എത്ര മിനിറ്റ് നമ്മളിത് വെക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് മീഡിയം ബോയിലിന് വേണ്ടിയിട്ട് 35 ml വെള്ളം ഒഴിച്ചിട്ട് 8 മിനിറ്റ് വെക്കുക. മീഡിയം വെല്ലിന് വേണ്ടിയിട്ട് 55 ml വെള്ളം ഒഴിച്ചിട്ട് 11 മിനിറ്റ് വെക്കുക. വെൽ ഡൺ 85 ml വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് വെക്കുക. സ്റ്റീം ഡെഗിന് വേണ്ടിയിട്ട് 120 ml ഒഴിച്ച് 11 മിനിറ്റ് വെക്കുക. ഇത് വെള്ളം ഇതിൻ്റെ അകത്ത് തീർന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ് ആയിക്കോളും. നമുക്കൊന്നും ചെയ്യണ്ട. നമ്മുടെ പാത്രവും കരിയത്തില്ല, മുട്ടയും പൊട്ടിപ്പോകത്തില്ല. ഇത് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു എഗ് ബോയിലറായിട്ട് എനിക്ക് തോന്നി. അപ്പം നമുക്ക് എഗ് ബോയിൽ ചെയ്യാം. എനിക്ക് മുട്ട നല്ലതുപോലെ പുഴുങ്ങിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 85 ml വെള്ളം ഒഴിക്കുന്നു. ഇതിലേക്ക് ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നു. ഈ ട്രേ വെക്കുന്നു. ഈ വെള്ളം എടുക്കുന്ന മെഷർമെൻറ്റിൻ്റെ അടിയിലായിട്ട് ഒരു നീഡിലുണ്ട്. ആ നീഡിലും കൊണ്ട് ഈ മുട്ട എടുത്ത് അതിൻ്റെ ഡയാമീറ്റർ കൂടുതലുള്ള സ്ഥലം, ഇത് ചെറിയ സ്ഥലം, ഇത് ഡയമീറ്റർ കൂടുതലുള്ള സ്ഥലം, ഇവിടെ ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കുക. ആ ഹോളുള്ള സ്ഥലം മുകളിൽ വെക്കുക. എനിക്ക് 4 മുട്ട മതി. മെയിൻ ഓൺ ചെയ്തു. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചും ഓൺ ചെയ്തു. നമുക്ക് ഇതിൻ്റെ അടുത്ത് നിൽക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് പോയി നമ്മുടെ വീട്ടിലെ വേറെ പണികളൊക്കെ ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. നമുക്ക് എപ്പോഴെങ്കിലും വന്ന് ഇത് നോക്കിയാൽ മതി. നമ്മുടെ ലൈറ്റ് ഓഫായി. ഞാൻ ഈ സ്വിച്ച് ഓഫാക്കുന്നു. ഈ മുട്ടയ്ക്ക് അധികം ചൂടില്ല, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്ത് ഈ വെള്ളത്തിലിടുന്നു. ഇനി ഞാൻ പോസ്റ്റ് എഗ് ഉണ്ടാക്കാൻ പോകുന്നു. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 60 ml വെള്ളം ഒഴിക്കുന്നു. എഗ് പോച്ച് ചെയ്യാനുള്ള ട്രേയിൽ ഒന്നിൽ ഞാൻ ഒരു തുള്ളി എണ്ണ ഒഴിക്കുന്നു. ഒന്നിൽ ഞാൻ എണ്ണ ഒഴിക്കുന്നില്ല. കാരണം എൻ്റെ മോന് എണ്ണ ഒഴിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എണ്ണ ഒഴിച്ചില്ലെങ്കിൽ നമ്മൾ ഈ മുട്ട എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു സ്വല്പം പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ മുട്ട പൊട്ടിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു.
സ്വിച്ച് ഓൺ ചെയ്തു. ഇവിടെ ഞാൻ ഓൺ ചെയ്തു. ഈ ലൈറ്റ് ഓഫ് ആകുമ്പോൾ നമുക്ക് വന്ന് നോക്കാം. ഇവിടെ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇഡ്ഡലിയൊക്കെ വെളിയിലെടുക്കുന്നത് പോലെ ഇത് നമുക്ക് വെളിയിലെടുക്കണം. ഇത് ഞാൻ എണ്ണ ഒഴിക്കാത്തതാണ്, എണ്ണ പുരട്ടാത്തത്. വെളിയിലെടുക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി പൊട്ടിപ്പോയെന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരല്ലെങ്കിൽ ഒരു തുള്ളി എണ്ണ പുരട്ടിയിട്ട് നിങ്ങളിത് ഉണ്ടാക്കുക. ഇനി നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈസിലി ഇതിൻ്റെ തൊണ്ട് നമുക്ക് പൊളിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ മുട്ടയുടെ ഷേപ്പും ഒട്ടും പോകുന്നില്ല. ഒരു മുട്ട നമുക്കൊന്ന് കണ്ടിച്ച് നോക്കാം. ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോട്ട. 100 ml വെള്ളം ഒഴിച്ചു. സ്വിച്ച് ഓൺ ചെയ്തു. ഇവിടെ ഓൺ ചെയ്തു. നമുക്കിനി നമ്മുടെ വേറെ പണിക്ക് പോകാം. നമ്മുടെ ഇവിടെ ലൈറ്റ് ഓഫായി. ഈ സ്വിച്ച് ഞാൻ ഓഫ് ചെയ്യുന്നു. ഇതും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഈ എഗ് ബോയിലർ എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യണമെന്ന്. ഇതിൻ്റെ ഈ കവറ് നമുക്ക് ലൈറ്റ് ഡിറ്റർജൻറ്റ്, ലൈറ്റ് സോപ്പ്, സ്പഞ്ച് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതും നമുക്ക് സ്പഞ്ചും ലൈറ്റ് സോപ്പും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. ഇത് നമ്മൾ ഒരിക്കലും വെള്ളത്തിൽ മുക്കരുത്. നമ്മൾ കോഴിക്കോട്ടയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പം ഇതിൻ്റെ അകം ഒരു സ്വല്പം ചീത്തയാകും. അതായത് ഈ വേസ്റ്റ് എല്ലാം സ്വല്പം ഇതിലേക്ക് വരും. അത് ആദ്യം നമ്മളൊരു ടിഷ്യൂ കൊണ്ട് തുടച്ച് കളയുക. അതിന് ശേഷം നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള തുണി കൊണ്ടിത് ശരിക്കും വൈപ്പ് ചെയ്ത് വൃത്തിയാക്കി വെക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യാം. പക്ഷേ ഇതൊരിക്കലും ടാപ്പിൻ്റെ അടിയിൽ വെക്കരുത്. അതുപോലെ തന്നെ വെള്ളത്തിലിട്ടും ക്ലീൻ ചെയ്യരുത്. ഇതിൻ്റെ അകത്ത് ഈ വയറുള്ളതുകൊണ്ട് കേടാകാനും സാധ്യതയുണ്ട്. അതുപോലെ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഓൺ ചെയ്യുമ്പം ഷോക്ക് വരാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.